അപ്പോൾ ബാക്കി പറയട്ടെ. വിൻ്റർ വണ്ടർലാൻഡിൽ നിന്ന് നേരെ പോയത് റീജൻറ്റ് സ്ട്രീറ്റിലേക്കാണ്. അവിടെ നമുക്ക് ഈ മാസീവായിട്ടുള്ള ലൈറ്റിങ്സ് കാണാം, ഫെയറിയുടെ രൂപത്തിലുള്ളത്. ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്. റോഡിൻ്റെ സെൻറ്ററിലൂടെ ഒരു പാത്തുണ്ട്, അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അടുത്ത സ്പോട്ട് വന്നിട്ട് കാർണബി സ്ട്രീറ്റ്. ഇവിടെയും കുറേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഇതെല്ലാം ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. മാത്രമല്ല ഇതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലുമാണ്. പിന്നെ വന്ന് കണ്ടത് ബോണ്ട് സ്ട്രീറ്റ്. ഇവിടെയാണ് പ്രീമിയം ബ്രാൻഡ്സ് ലൂയി വിട്ടോൺ ഡയറിൻ്റെയൊക്കെ ഷോറൂംസ് ഉള്ളത്. ഇവിടെ നമുക്ക് അവരുടെ ഷോപ്സൊക്കെ ഡെക്കോർ ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ലൈറ്റ്സ്, സെയിം തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ക്രിസ്മസ് ടൈമിൽ ഇവരുടെ ഇല്ലുമിനേഷൻ ലൈറ്റ്സ് കാണാൻ മാത്രമായിട്ട് തന്നെ ആളുകൾ ഇഷ്ടംപോലെയാണ് വരുന്നത്. നമ്മൾ ആക്ച്വലി ഡ്രൈവ് ചെയ്തല്ല കേട്ടോ ലണ്ടൻ പോയത്. ഞാൻ ഡേ ട്രാവൽ കാർഡ് എടുത്താണ് പോയത്. അപ്പം എനിക്ക് ഒരു ദിവസം ഫുള്ള് ട്രെയിനും ബസ്സും ട്യൂബ്സും എല്ലാം ആക്സസ് ചെയ്യാം. ട്രാഫിക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ ട്യൂബാണ് പ്രിഫർ ചെയ്തത്. അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഇവിടെ ഒരാളെ കണ്ടത്. ആനബൽസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് കണ്ടു. അവിടെ വന്നിട്ട് ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ക്ലബ്ബാണെന്ന് അറിഞ്ഞു. പിന്നെ അവർ എപ്പോഴും അവിടെ ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഡെക്കോറൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെയാണ് എൻ്റെ ലണ്ടൻ വിശേഷങ്ങൾ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.